മലപ്പുറം പൊന്നാനിയിൽ ജപ്തി നടപടി നേരിട്ട വയോധിക ബന്ധുവീട്ടിൽ മരണപ്പെട്ടു. പൊന്നാനി പാലപ്പെട്ടി സ്വദേശിയായ 85-കാരി മാമിയാണ് മരിച്ചത്. ഇന്നലെയായിരുന്നു മാമിയുടെ വീട് ജപ്തി ചെയ്തത്. അരുൺ അമൃത്നാഥ് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ജപ്തി നടപടി ഇന്നലെ പൂർത്തിയായിരിക്കുന്നു. ഈ മാമിയുടെ മകൻ എടുത്ത ലോണാണ്. ശേഷം മകനെ കാണാതാവുകയും പിന്നീട് തിരിച്ചടവ് മുടങ്ങുകയും ഒക്കെയാണ് ചെയ്തത്. 85 വയസ്സുള്ള ഒരു സ്ത്രീക്ക് തിരിച്ചടവ് പൂർത്തിയാക്കാൻ കഴിഞ്ഞതുമില്ല. പക്ഷേ ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത വരുന്നത് നടപടികൾക്കൊക്കെ പിന്നാലെ ഇപ്പോൾ ഈ വൃദ്ധ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എപ്പോഴാണ് മരണവിവരം പുറത്തറിഞ്ഞത്? മറ്റു വിവരങ്ങൾ മാധു മാർഷൽ, ഇന്നലെ വൈകിട്ടാണ് ഈ എടശ്ശേരി മാമി എന്ന വയോധിക വീട് ജപ്തി ചെയ്യുന്നത്. ഇന്ന് രാവിലെ 6 മണിയോട് കൂടിയാണ് ഇവർ മരിക്കുന്നത്. അതായത് ഈ മാമിയുടെ മൂത്ത മകനായ അലിമോൻ 4 വർഷത്തോളമായി അബുദാബിയിലാണ്. ഇയാളെ കാണാതാവുകയും ചെയ്തു. ഇയാൾ പാലപ്പെട്ടി SBI ബ്രാഞ്ചിൽ നിന്നെടുത്ത ലോണാണ്. 25 ലക്ഷം രൂപയാണ് ലോൺ എടുത്തത്. അതിൽ ഒരു അടവ് പോലും അടച്ചിട്ടില്ല. അങ്ങനെ 42 ലക്ഷം രൂപയാണ് തുകയാണ് അടയ്ക്കാനുള്ളത്. അങ്ങനെ ഇന്നലെ വൈകിട്ടോട് കൂടിയായിരുന്നു ബാങ്കിന്റെ ജപ്തി നടപടികൾ. ജപ്തിക്ക് ശേഷം മറ്റൊരു മകന്റെ തൊട്ടടുത്തുള്ള വീടിനടുത്തുള്ള മകന്റെ വീട്ടിലേക്ക് ഇവർ താമസം മാറുകയും ചെയ്യുന്നു. ഇവർക്ക് ഈ അസുഖം മൂലമുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ ജപ്തിയെ തുടർന്നുള്ള മനോവിഷമം ഇവരെ അലട്ടിയിരുന്നു എന്നുള്ളത് തന്നെയാണ് അയൽവാസികളൊക്കെ പറയുന്നത്. ഇന്ന് രാവിലെയോട് കൂടിയാണ് ഇവർ മരിച്ചത്. ഇന്നലെ വൈകിട്ട് ഇവർ ഒറ്റയ്ക്കായിരുന്ന സമയത്തായിരുന്നു വൈകിട്ട് 6 വൈകിട്ടോടുകൂടി ഈ ജപ്തി നടപടികൾ നടക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി ഇവർ മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. 4 വർഷത്തോളമായി ഇവരെ മകനെ കാണാനുമില്ല എന്നുള്ളതാണ്. അബുദാബിയിൽ ഈ മകനെടുത്ത ലോണിനാണ് ഈ എടശ്ശേരി മാമി എന്ന് പറയുന്നവരുടെ പേരിലുള്ള വീടും സ്ഥലവുമാണ് ബാങ്ക് ജപ്തി ചെയ്തിട്ടുള്ളത്. മാധു, മാർഷൽ. വളരെ